ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആരോഗ്യ മേഖലയെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും നമ്മുടെ ശീലം കൊണ്ട് നമുക്ക് രോഗം വരാറുണ്ട്. അപ്പോൾ നമ്മൾ സമീപിക്കുന്നത് ഹോസ്പിറ്റലുകളെയാണ്. നമുക്ക് ചെറിയ ചെറിയ രോഗം വരുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ, നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ അവിടെ ഡോക്ടർമാർ ചെറിയ രോഗത്തിന് അതിന് വേണ്ട മെഡിസിനാണ് തരേണ്ടത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളിലായി ചെറിയ രോഗത്തിന് ഒരു നീണ്ട നിര മെഡിസിനാണ് അവർ എഴുതി തരുന്നത്. എവിടെയെങ്കിലും അവിടെ അഡ്മിറ്റ് ആയാൽ തന്നെ 2 ദിവസം അവിടെ തങ്ങിയാൽ ഒരു പേജുള്ള ബില്ലാണ് നമുക്ക് അവർ ഏൽപ്പിക്കുന്നത്. അതിനെ നോക്കി കണ്ണും നട്ട് ഈ പണം ഞാൻ എവിടെ നിന്ന് കൊടുക്കും, അല്ലെങ്കിൽ ആരുടെ കാല് പിടിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് വേദനിക്കുന്ന നമ്മളടക്കം പല മുഖങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 2-3 മാസങ്ങൾക്കിടയിൽ സോഷ്യൽ വർക്കറായ ചാരിറ്റി നടത്തുന്ന നമ്മൾ പലരും പല ആൾക്കാർക്കും വേണ്ടി ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഹോസ്പിറ്റലിന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അവർ നമ്മോട് സഹായം ചോദിക്കുന്നത്. ആരുടെയും കുറവോ കുറ്റമൊന്നോ അല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും രോഗം വരാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പല രീതിയിലുള്ള പല പേരിലുള്ള രോഗങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെയുള്ള ഈ കൊള്ള ലാഭം ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്നവർ, അല്ലാതെ നേരെ ചികിത്സിക്കുന്ന നല്ല ഡോക്ടർമാർ ഇഷ്ടംപോലെ നമ്മുടെ നാടുകളിലുണ്ട്. അവരെയൊന്നും നമ്മൾ വിമർശിക്കുന്നതല്ല. അവരുടെ ആ നല്ല രീതിയിലുള്ള ചികിത്സ കൊണ്ടാണ് നമ്മുടെ രോഗങ്ങളൊക്കെ മാറുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ MLA-യെയും MP-യെയും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ അയക്കുന്നത് അവർ നമുക്ക് വേണ്ടി, നമ്മെ ഭരിക്കാൻ വേണ്ടിയാണ്, നമുക്ക് ആനുകൂല്യങ്ങളും ഉപകാരങ്ങളും ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവരോട് പറയുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റിനോട് ജനങ്ങൾ പറയുന്നത്, നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ട രീതിയിൽ, നമ്മുടെ സർക്കാരിന്റെ രീതിയിൽ നമ്മൾ ചികിത്സിക്കുന്ന ആ ലെവലിലേക്ക് എത്തണം. അതിനുവേണ്ടി നമ്മൾ ഇത് സംസാരിക്കാനുള്ള കാരണം, 1-2 ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ മലപ്പുറം MP ആയ E.T. മുഹമ്മദ് ബഷീർ ഈ ആരോഗ്യ മേഖലയിലുള്ള അതിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധവൽക്കരണം അവിടെ നല്ല സംസാരം പാർലമെന്റിൽ സംസാരിച്ചു അദ്ദേഹം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അദ്ദേഹം പറഞ്ഞത് വേറെ രാജ്യങ്ങളിലും, പാശ്ചാത്യ രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ ആരോഗ്യ മേഖലയിലേക്ക് രാജ്യത്തിന്റെ GDP-യിൽ നിന്നും 5-6% വെക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ വെച്ചിട്ടുള്ളത് ആകെ 2%. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനങ്ങളിൽ ആരോഗ്യ മേഖലയിലേക്ക് പോകുമ്പോൾ, ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരു നല്ല മെഡിക്കൽ കോളേജോ നമ്മുടെ കാസർഗോഡ് ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഉക്കിനടുക്കയിൽ ഒരു മെഡിക്കൽ കോളേജ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ ബിൽഡിംഗ് നിർമ്മിച്ചു. പക്ഷേ അത് പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട് ഉക്കിനടുക്കയിലെ ആ മെഡിക്കൽ കോളേജ് ഇത്ര അമാന്തം നേരിടുന്നത്, ഇങ്ങനെയുള്ള കാലതാമസം നേരിടുന്നത്? പല യൂട്യൂബർമാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, പല ചാനലുകാരും സംസാരിക്കുന്നു, പലരും ഭയക്കുന്നു. ചാനലുകാർ കാരണം കോർപ്പറേറ്റുകൾ അടക്കി വാങ്ങുന്ന ചില ചാനലുകാരുണ്ട്, അവർ സംസാരിക്കുകയില്ല. നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾ ഇങ്ങനെയുള്ള യൂട്യൂബിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾ സംസാരിക്കട്ടെ, വിമർശിക്കട്ടെ. കാരണം നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ആരോഗ്യ മേഖലയെ കുറിച്ചാണ്. രോഗങ്ങൾ പെട്ടെന്ന് വരുമ്പോൾ നമ്മുടെ രോഗത്തിന് കൃത്യമായ ചികിത്സ നൽകുന്ന, ഒരു സൗജന്യമായി ചികിത്സ ലഭിക്കുന്ന, അല്ലെങ്കിൽ മിതമായ രീതിയിൽ ലാഭം വാങ്ങുന്ന ഹോസ്പിറ്റലിനെയാണ് നമുക്ക് വേണ്ടത്. അതിന് ഗവൺമെന്റ് നിയമങ്ങൾ ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള കുത്തക കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ ഷെയർ കൊടുക്കുമ്പോൾ അതിന് കടിഞ്ഞാണിടണം, അതിന് നിയമം കൊണ്ടുവരണം. അദ്ദേഹം പറയുന്നു, MP പറയുന്നു, അമേരിക്കയിലുള്ള അടക്കമുള്ള കോർപ്പറേറ്റ് മുതലാളിമാർ നമ്മുടെ ഇവിടെയുള്ള ഹോസ്പിറ്റൽ, മണിപ്പാൽ അടക്കമുള്ള കേരളത്തിലുള്ള ഹോസ്പിറ്റലിലേക്ക് അവർ ഷെയർ ഇടുന്നു. അവരുടെ നിയമമാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ചെറിയൊരു രോഗത്തിന് പോകുന്ന ഒരു രോഗി, അദ്ദേഹത്തിന് വേണ്ടാത്തതും വേണ്ടതുമായ കുറെ മെഡിസിൻ നൽകിക്കൊണ്ട് ഒരു രോഗത്തിന് പോയ ഒരു രോഗി, അദ്ദേഹം പല രോഗത്തിന്റെ അടിമയായി മാറുന്നു. ഇതിന് കാരണക്കാരാരാണ്? അവരുടെ ലാഭം കൊതിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ എന്തിനാണ് അവർക്ക് നൽകുന്നത്? നമ്മൾ ആലോചിക്കണ്ടേ? നമ്മൾക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ നികുതി പണം വാങ്ങിക്കൊണ്ട് നിങ്ങൾ നമ്മെ ഭരിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് ചെയ്യേണ്ടത്, നിങ്ങൾ ഗവൺമെന്റിനോട് പറയാനുള്ളത്, ആരോഗ്യ മേഖലയിലേക്ക് നല്ല ഫണ്ടിങ് നിങ്ങൾ നീക്കിവെക്കണം, ശുചിത്വ മേഖലയിലേക്ക് നീക്കിവെക്കണം. കാരണം രോഗങ്ങൾ പകരുന്നത് ശുചിത്വ ഇല്ലായ്മ കൊണ്ടാണ്. നമ്മുടെ ശീലങ്ങളെ മാറ്റിയാലേ നമ്മുടെ രോഗങ്ങൾ ഇല്ലാകും. അങ്ങനെ ശീലങ്ങളും വരുന്നുണ്ട്. അതിന്റെ ശുചിത്വത്തിലേക്കും
വിദ്യാഭ്യാസ മേഖലയിലേക്കൊക്കെ നല്ല ഫണ്ടിങ് ചെയ്താൽ പാവപ്പെട്ട നമ്മളെ പോലുള്ള ആൾക്കാർ, ചെറിയ ശമ്പളം വാങ്ങുന്നവർ, തുച്ഛമായ ശമ്പളം വാങ്ങുന്നവർ, ഇൻകം ഉള്ളവർ, അവർ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്സിഡന്റ്, ആകസ്മികമായി സംഭവിക്കുന്ന ആക്സിഡന്റ്, കൈയൊടിയുന്നു, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ഒരു ബാൻഡേജ് ഇടാൻ വേണ്ടി 5000 കൊടുക്കേണ്ടി വരുന്നു. ഇത് ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ, ഗവൺമെന്റിന്റെ രീതിയിൽ ഇങ്ങനെയുള്ള ചികിത്സയുണ്ടായാൽ ആ 5000 രൂപ ആ പാവപ്പെട്ട ചെറിയ ശമ്പളം വാങ്ങുന്നവന് അത് ലാഭമല്ലേ? അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഹോസ്പിറ്റലുകൾ, അത് ഉക്കിനെടുക്കയിലെ നമ്മുടെ മെഡിക്കൽ കോളേജ് പെട്ടെന്നുണ്ടാക്കുക. അതിന് ഗവൺമെന്റിന് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഇതിനിടയ്ക്ക് നമ്മൾ കണ്ട പോലെ മാംഗ്ലൂർ അല്ലെങ്കിൽ ലോബി, ഹോസ്പിറ്റൽ കോർപ്പറേറ്റ് ലോബികൾ അതിന് തടസ്സം നിൽക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ നിജസ്ഥിതി എന്തെന്ന് എനിക്കറിയില്ല. എന്നാലും അതൊക്കെ ഗവൺമെന്റ്, ഇപ്പോൾ നമ്മെ ഭരിക്കുന്ന ഗവൺമെന്റ് അതിൽ ഇടപെടണം. ഉക്കിനടുക്കലുള്ള നമ്മുടെ മെഡിക്കൽ കോളേജ് നമ്മുടെ അവകാശമാണ്, അത് ഔദാര്യമല്ല, നമ്മുടെ നികുതിപ്പണമാണ്. അവിടെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കി അതിലേക്ക് വേണ്ട സജ്ജീകരണം, അതിലേക്കുള്ള ഡോക്ടർമാർ, അതിന്റെ ഫെസിലിറ്റി ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് അവിടെയുള്ള ഹോസ്പിറ്റൽ, അവിടെയുള്ള ആ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്ന് അതിന്റെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ട് അതിലേക്ക് സമരം ചെയ്യണം. അതിനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി സമരം ചെയ്യണം. വേറെ നിവൃത്തിയില്ല. കാരണം ഈ ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ട അവസ്ഥയാണ് പലർക്കും ഉള്ളത്. പെട്ടെന്ന് ഇന്ന് നേരെയുള്ള ആൾ നാളെ പെട്ടെന്നൊരു രോഗിയായി മാറും. ആരുടെയൊക്കെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുന്നതിനേക്കാളും ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ട പലരും അതിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇസ്ലാം മതം ഇൻഷുറൻസിനൊക്കെ എതിർക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ കൈനീട്ടി മടുത്തുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. ഗവൺമെന്റ് തീർച്ചയായും, കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും, നിങ്ങൾ ഞങ്ങളെ ഭരിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള ആനുകൂല്യം കൃത്യമായി വെക്കണം. ചികിത്സയ്ക്കുള്ള, ആരോഗ്യ മേഖലയ്ക്കുള്ള ഫണ്ടിങ് തീർച്ചയായും വെക്കണം. പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ആരോഗ്യ മേഖലയിലെ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ രോഗികളെ കൊണ്ട് പെരുകിക്കൊണ്ട് ഇവിടെ ആരോഗ്യമില്ലാത്ത ഒരു സിറ്റിസൺ ഇവിടെ വളരും. അത് നമ്മുടെ രാജ്യത്തിന് നല്ല ഒരു ഗുണമല്ല. കോർപ്പറേറ്റ് മുതലാളികമാർക്ക് വേണ്ടി അവരുടെ മക്കൾക്കും, അവരുടെ പൊളിറ്റീഷ്യനുള്ളവരെ, എല്ലാവരും രാഷ്ട്രീയക്കാർ തന്നെ. പക്ഷേ അവരുടെ രാഷ്ട്രീയക്കാരിൽ നിന്നും ചിലരെ ചൂഷണം ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന പണം, ആ പണം അത് നല്ലതിന് വേണ്ടിയല്ല. നിങ്ങളുടെ കോർപ്പറേറ്റ്, നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ മരുമക്കളുടെയും അവരുടെ ബിസിനസ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ മേഖലയിലേക്ക് നിങ്ങൾ ഷെയർ അവിടെ കൊണ്ട് നിങ്ങളുടെ നിയമം അവിടെ പാസ്സാക്കിയാൽ, പാവം രോഗികളെ ചൂഷണം ചെയ്താൽ അതിന് ജനങ്ങൾ, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് മറുപടി പറയും. അതുകൊണ്ട് ജനങ്ങളെ ഈ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ തൊട്ട് കളിക്കരുത്. അത് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഗവൺമെന്റിന് നല്ല പങ്കുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ ആരോഗ്യ മേഖലയെ നിങ്ങൾ കാത്തുസൂക്ഷിക്കണം. ജനങ്ങൾക്ക് അവരുടെ അവകാശമായ ഈ ആരോഗ്യവും വിദ്യാഭ്യാസവും ശുചിത്വവും ഒക്കെ കാത്തുസൂക്ഷിക്കേണ്ടത് ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തി അയച്ച നിങ്ങളുടെ അത് ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.